ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിരുന്ന മഷ്റൂമിൻ്റെ ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ഡേ ആണ്. വളരെ കുറഞ്ഞ ചിലവിൽ ധാരാളം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുമാന മാർഗ്ഗമാണ് മഷ്റൂം എന്ന് പറയുന്നത്. ഇതിന് അധിക സമയമൊന്നും ചിലവഴിക്കേണ്ടി വരുന്നില്ല. സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന അത്രയും സമയമൊന്നും ഇതിന് വേണ്ടി വരുന്നില്ല. നമ്മൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഏതൊരു വ്യക്തികൾക്കും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ മഷ്റൂം എന്ന് പറയുന്നത് നാച്ചുറലി ഒരു ഫംഗസ് ഇനത്തിൽപ്പെട്ട ഫുഡ് ഐറ്റമാണ്. വളരെ ഹൈജീനിക്കായിട്ടാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. കുട്ടികളെ ആരെയും തന്നെ നമ്മൾ ഈ റൂമിലേക്ക് കടത്തി വിടാറില്ല. വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഹാറുമൻ ഈ റൂമിലേക്ക് കടന്നിരിക്കുന്നത്. സാധാരണയായി നമുക്ക് ഈ റൂമിലേക്ക് എപ്പോഴും നല്ല ഈർപ്പം ആവശ്യമാണ്. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ തറയിൽ നമ്മൾ വെള്ളം നിറച്ചിടാറുണ്ട്. വളരെ ഹൈജീനിക്കായിട്ടാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ധാരാളമായി വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് മഷ്റൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് 0 കലോറി ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണയായിട്ട് മഷ്റൂംസ് എന്ന് പറയുന്നത് പാൽക്കൂണ, ചിപ്പിക്കൂണ, ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഇവയൊക്കെ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയം മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ കൂണുകൾ നമ്മുടെ ന്യൂജൻ കർഷകരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെ കൗതുകകരമാണ്. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും പ്രവർത്തനത്തിന് ഇത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ബ്ലഡിൽ ഷുഗർ കണ്ടൻറ്റ് ധാരാളമായി കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. മഷ്റൂമിൻ്റെ വിത്ത് നമ്മൾ നെല്ലിലോ ചോളത്തിലോ ആണ് പ്രത്യേക മീഡിയത്തിൽ ചെയ്തെടുക്കുന്നത്.